Section 9.9 Independent of Path. If f of xy is equal to p of xyi plus q of xyj is a vector field in two space and a path C is defined by the vector function r of t is equal to f of ti plus g of tj, where a less than or equal to t less than or equal to b, then a line integral can be written as integral over c p dx plus q dy is equal to integral over c f dot dr, where dr is equal to dxi plus dyj. ലൈൻ ഇന്റഗ്രലിന്റെ ഡെഫിനിഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. If the value of the line integral is same for every path in region connecting the initial point A and terminal point B, then the integral is said to be independent of path. അതായത് if the value of the line integral is same for every path in a region connecting A and B. നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു 0,0യിൽ നിന്ന് 1,1ലോട്ടുള്ള ഒരു പാത്താണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരച്ചിട്ടുള്ളത്. അതുപോലെ 0,0യിൽ നിന്ന് 1,1ലോട്ടുള്ള പാത്ത് y ഈക്വൽ ടു എക്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലൂടെ കടന്നു പോകുന്നു. അതുപോലെ 0,0യിൽ നിന്ന് 1,1ലോട്ട് ആദ്യം ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ പോയി ആ രീതിയിൽ വന്നു. അതുപോലെ 0,0യിൽ നിന്ന് 1,1ലോട്ട് ആദ്യം എക്സ് ആക്സിലൂടെ പോയി പിന്നെ മേലോട്ട് കയറി അങ്ങനെ വന്നു. അപ്പൊ ഈ 4 വഴിയിലൂടെ പോയാലും കിട്ടുന്ന ഉത്തരം സെയിം ആണെങ്കിൽ എന്ത് നമുക്ക് പറയാം? ഏത് വഴിക്കൂടി പോയാലും കുഴപ്പമില്ല, കിട്ടുന്ന ഉത്തരം സെയിം ആണ്. കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ലൈൻ ഇന്റഗ്രൽ സെയിം ആണ് എങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയും. അതായത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ലൈൻ ഇന്റഗ്രലിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഒന്ന് ഇത് വായിച്ചു നോക്കി. ഇഫ് ദ വാല്യൂ ഓഫ് ലൈൻ ഇന്റഗ്രൽ ഈസ് ദ സെയിം, ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആവുന്നു എപ്പോ? ഫോർ എവറി പാത്ത് ഇൻ എ റീജിയൻ കണക്ടിങ് ദ ഇനീഷ്യൽ പോയിന്റ് എ ആൻഡ് ദ ടെർമിനൽ പോയിന്റ് ബി. ഇനീഷ്യൽ പോയിന്റ് ആയ എയെയും ടെർമിനൽ പോയിന്റ് ആയ ബിയെയും കണക്ട് ചെയ്യുന്ന ഏതൊരു പാത്ത് എടുത്തിട്ട് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാലും ആ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അതിനെ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയും. ഇൻ അതർ വേർഡ്സ്, a line integral over c f dot dr of capital F along c is independent of path if integral over c1 f dot dr is equal to integral over c2 f dot dr for every two paths c1 and c2 between a and b. Then conservative vector field. A vector function f in 2 or 3 space is said to be conservative if f can be written as the gradient of a scalar function phi. The function phi is called a potential function for capital F. അതായത് ക്യാപിറ്റൽ എഫിനെ ഗ്രേഡിയന്റ് ആണെന്ന് പറയണമെങ്കിൽ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റണം. നമുക്കൊരു ഫൈ കണ്ടുപിടിക്കാൻ പറ്റണം. ഫൈന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ അതിനെ ഡെൽ എഫ് എന്ന് പറയാം. ആ ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ആവണം. അതായത് ക്യാപിറ്റൽ എഫിനെ കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് കൺസർവേറ്റീവ് വെക്ടർ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു ഫൈ എന്ന വെക്ടർ ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റണം. ഫൈ എന്ന ഒരു ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ പറ്റണം. അതിന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഡെൽ എഫ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ എഫ് വരണം. ഈ ഫൈനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ. ദ ഫംഗ്ഷൻ ഫൈ ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. A conservative vector field is also called gradient vector field. Conservative vector field അല്ലെങ്കിൽ gradient vector field. നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവൻ സെക്ഷൻ 9.9 മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വെക്ടർ ഫംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത്. തിയറം 9.9 ഫണ്ടമെന്റൽ തിയറം. Suppose C is a path in an open region R of the xy plane and is defined by R of t is equal to x of ti plus y of tj, a less than or equal to t less than or equal to b. If capital F of xy is equal to p of x comma yi plus q of x comma yj is a conservative vector field in R and phi is a potential function for f, then integral over c f dot dr is equal to integral over c f എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ആണല്ലോ, കാരണം എഫ് ഈസ് കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എഫിന് പകരം ഡെൽ എഫ് കൊടുത്തു. ഡെൽ എഫ് ഡോട്ട് ഡി ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്കൊരു ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് നമുക്കൊരു ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഫൈ കണ്ടുപിടിച്ചിട്ട് ഫൈ ഓഫ് പി മൈനസ് ഫൈ ഓഫ് എ. ഫൈ ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈയിൽ എക്സ് ഉണ്ടാവാം, വൈ ഉണ്ടാവാം. അപ്പോ ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആയിരിക്കും, എക്സ് വൈയുടെ ഒരു പോയിന്റ്. ഇപ്പൊ 5, 3. അതുപോലെ എ എന്ന് പറഞ്ഞ 2, 2. അങ്ങനെ പോയിന്റ്സ് ആയിരിക്കാം. അപ്പൊ അതിൽ ഫൈ ഓഫ് പി മൈനസ് ഫൈ ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി. പകരം ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് പകരം ഫൈ ഓഫ് പി മൈനസ് ഫൈ ഓഫ് എ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് ഈ തിയറം പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റും വളരെ എളുപ്പമാണ്. നമുക്കത് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നോട്ട് theorem 9.1 shows that if f is conservative vector field in an open region in 2 or 3 space, then integral over c f dot dr depends only on the initial and terminal points of a and b of the path c and not on c itself. അതായത് എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന ലൈൻ ഇന്റഗ്രല് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഇനീഷ്യൽ പോയിന്റിനെയും ടെർമിനൽ പോയിന്റിനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. In other words, the line integral of conservative vector field are independent of path, full stop. That is, in other words, line integrals of vector field line integrals of conservative vector field vectors are independent of path. അതായത് കൺസർവേറ്റീവ് ആണെങ്കിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കൺസർവേറ്റീവ് ആണെങ്കിൽ ഏത് വഴിക്കൂടെ പോയി എന്നതിന് അർത്ഥമില്ല, എന്നതിന് ഒരു പ്രസക്തിയൊന്നുമില്ല. ഉത്തരം എല്ലാവരും സെയിം ആയിരിക്കും. ഈ ഉത്തരം എന്ന് ഉദ്ദേശിക്കുന്നത് ലൈൻ ഇന്റഗ്രൽ എല്ലാവരും സെയിം ആയിരിക്കും. അത്തരത്തിലുള്ള ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ ഓവർ സിക്ക് പകരം എ ടു ബി, ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ is equal to integral a to b del phi dot dr.